നമ്മുടെ വീട്ടിൽ ഒരുമിച്ച് 2 കൊലയൊക്കെ പഴുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീരില്ല. കുറേയൊക്കെ നമ്മൾ അടുത്ത വീടുകളിലൊക്കെ കൊടുക്കും. എന്നാലും ഒരുപാട് ബാക്കിയാവും. അപ്പോൾ നമുക്കിതെങ്ങനെ സ്റ്റോർ ചെയ്യാൻ നോക്കാം. ഞാൻ 2 തരത്തിലാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നുള്ളത്. ഒന്ന് ഇതുപോലെ മുറിച്ച് നമുക്ക് വെയിലത്ത് ഉണക്കിയെടുക്കാം. 2 ദിവസം ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസം വെച്ചതിന് ശേഷം പിറ്റേ ദിവസം തിരിച്ചിട്ടും ഉണക്കണം. നമുക്കത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലും മുക്കി പൊരിച്ചിട്ടൊക്കെ കഴിക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് സ്മൂതിയിലൊക്കെ ചേർത്ത് കൊടുക്കാം. ബാക്കിയില്ല ഞാനിപ്പോൾ ഇതുപോലെ മിക്സിയിൽ അരച്ചെടുക്കുകയാണ്. നന്നായി തന്നെ അരച്ചെടുക്കണം. വെള്ളം തീരെ ഇല്ലാതെ വേണം നമ്മൾ അരച്ചെടുക്കാൻ. പഴം ഉണക്കിയത് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ. നമുക്ക് പുറത്ത് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരു 4 മാസം വരെയൊക്കെ നമുക്കത് ഉപയോഗിക്കാം. നമ്മൾ സ്മൂതിയിലും പിന്നെ ഏതിലൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നോ അതിലൊക്കെ പകരമായിട്ട് നമുക്ക് ഈ പഴം ഉണക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി പഴം അരച്ച് നമുക്ക് എങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് നോക്കാം. നല്ല സ്മൂത്തായി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 1 വർഷം വരെ എങ്ങനെ സൂക്ഷിക്കാമെന്നില്ല ആ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യുന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി വേണ്ടത് ശർക്കര പാനിയാണ്. ഞാൻ 2 അച്ച ശർക്കര ഇവിടെ പാനിയാക്കി എടുത്തിട്ടുണ്ട്. അത് അരിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഫ്ലെയിമൊന്നും ഓൺ ചെയ്തിട്ടില്ല. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ശർക്കര പാനിയിലേക്ക് ഈ പഴം അരച്ചതും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം വേണം ഫ്ലെയിം ഓൺ ചെയ്യാൻ. ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പഴം ഇല്ലാത്ത സമയത്ത്, അതായത് ചിലപ്പോൾ ഓണം, വിഷു ഈ സമയത്തൊക്കെ ചെറുപഴത്തിന് നല്ല വിലയായിരിക്കും. ആ സമയത്ത് നമ്മൾക്ക് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ സൂക്ഷിച്ച് വെച്ച് നമുക്ക് ആ സമയത്ത് ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്കിത് കുറുക്കിയെടുക്കാം. അതുമാത്രമല്ല, നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് ഫ്രീസ് ചെയ്ത് വെച്ചാൽ ആ സമയത്ത് നമുക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ഇത് വെച്ച് ഞാൻ ഉണ്ടാക്കുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി കൂടി ഞാൻ കാണിച്ചു തരാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാം കേട്ടോ. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന കൂടാതെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് നോക്കാം. ഞാനത് ഫ്രീസ് ചെയ്തിട്ടിപ്പോൾ 2 ആഴ്ചയായി കേട്ടോ. ഫ്രീസ് ചെയ്താലും ഇതൊരിക്കലും കട്ടിയാവില്ല. അതാണ് ഇതിൻ്റെ മറ്റേത്. സാധാരണ നമ്മൾ എന്ത് ഫ്രീസ് ചെയ്താലും കട്ടിയാവുമല്ലോ, ഇത് കട്ടിയാവില്ല കേട്ടോ. ഇതേപോലെ തന്നെ ഉണ്ടാവും. ഇനി നമുക്ക് വേണ്ടത് റൈസ് പൗഡറാണ്. സാധാരണ ഇടിയപ്പപ്പൊടി ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു 3 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിന് വേണ്ടുന്നത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോഴും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ. ഈ സമയത്ത് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് ഇത് കറക്റ്റ് മധുരമായി തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ നേരത്തെ പഴം വരട്ടുമ്പം അതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുത്തിരുന്നല്ലോ. പിന്നെ ഈ പഴം വരട്ടി വെച്ച് നമുക്ക് പായസം ഉണ്ടാക്കാം. നമ്മൾ സാധാരണ നേന്ത്രപ്പഴം വരട്ടിയിട്ടല്ലേ പായസം ഉണ്ടാക്കുന്നത്. ഞാൻ ഇത് വരട്ടിയത് വെച്ചും പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്നും മനസ്സിലാവുന്നില്ല. സാധാരണ നേന്ത്രപ്പഴം വരട്ടി പായസം ഉണ്ടാക്കുന്ന പോലെ തന്നെയുണ്ട്. ഇപ്പം ഈ അരിച്ച മാവിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. അധികം ലൂസും അല്ല, അധികം കട്ടിയല്ല. ഇതുപോലെ വേണം കേട്ടോ. വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയൊരു പാൻ ഞാനിത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെണ്ണയോ നെയ്യോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. എണ്ണേനേക്കാളും വെണ്ണയോ നെയ്യോ ചേർക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നെയ്യപ്പമാണ്. അപ്പോൾ ഇനി ഇതുപോലെ മൂടി വെച്ച് നമുക്ക് തിരിച്ചും മറിച്ചിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കഴിച്ചിരുന്ന ഒരു പലഹാരമാണ്. പിന്നെ ഇത് വെച്ച് നമുക്ക് കേക്കും ഉണ്ടാക്കാം. റാഗി കേക്കൊക്കെ ഉണ്ടാക്കാം കേട്ടോ. റാഗിപ്പൊടിയും ഇതും കൂടി ഒന്ന് അടിച്ചതിന് ശേഷം കുറച്ച് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം.